അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും രോഗമാണ്. രോഗമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. 100-ൽ 90% ആളുകൾക്കും കുട്ടികൾക്കടക്കം ഇന്ന് എല്ലാവർക്കും പ്രഷർ, ഷുഗർ, മറ്റു പല രോഗങ്ങളാണ്. എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും രോഗം. ചെറിയ കുട്ടിയാകുമ്പം തന്നെ ആ കുട്ടിയെയുമായി നമ്മൾ ആശുപത്രി കയറി ഇറങ്ങുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. എന്നാൽ എങ്ങനെ ഈ കുഞ്ഞിന് അസുഖം വന്നു, അതാണല്ലോ ചിന്തിക്കാത്തത്. ഇപ്പോൾ ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗം എങ്ങനെ വന്നു എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അതിന് പകരം ആ രോഗവുമായി വേഗം ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കുക. കുറച്ചു കാലം അത് മാറും, വീണ്ടും അത് വരും. കാരണം ഇത് വന്ന അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ അസല് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മിലുള്ള ജീവിത ചിട്ട, ഭക്ഷണക്രമം, ഉറക്കം, നമ്മുടെ കുളി പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ രോഗങ്ങൾക്കൊരു പരിധിവരെ ശമനമുണ്ടാകും, രോഗപ്രതിരോധമുണ്ടാകും, രോഗം വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ രോഗം വരാനുള്ള കാരണങ്ങൾ പകുതിയിലധികം ശതമാനം നമ്മൾ തന്നെ. പിന്നെ നമ്മളെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് പോലത്തെ മറ്റ് കാര്യങ്ങൾ, പിന്നെ അധ്വാന കുറവ് കൊണ്ട്, പിന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട്, പിന്നെ നമ്മൾ മറ്റുള്ളവരെ പല രീതിയിലും ബുദ്ധിമുട്ടാക്കുന്നത് കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്, പൊടിപടലങ്ങൾ കൊണ്ട്, വീട്ടിലെ വൃത്തികേട് കൊണ്ട്, പഴകിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ പലജാതി കാരണങ്ങളുണ്ട് രോഗങ്ങൾ വരാൻ. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, സാധാരണ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കിട്ടുന്ന സമയത്തൊക്കെ കഴിക്കലാണ്. നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കും. അത് ഇന്ന സമയത്ത് എന്നില്ല. ഉച്ചക്ക് 1:30 മണിക്ക് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ഒരാൾ പിന്നീട് 2 കല്യാണത്തിന് പോയാൽ കല്യാണത്തിന് 11 മണിക്ക് പോകും, 11 മണിക്ക് ഭക്ഷണം കഴിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ പൊറോട്ടയും ചായയും കുടിക്കും, അല്ലെങ്കിൽ വേറെ സൽക്കാരത്തിന് പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഇത് രോഗം വരാനുള്ള ഒരു കാരണമാണ്. നമ്മൾ രാവിലത്തെ ഭക്ഷണം ഒരു 7 മണി 8 മണിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിക്കണം. ഇത് ശ്രദ്ധിക്കുക. 8 മണിൻ്റെയും 7 മണിൻ്റെയും ഇടയിൽ രാവിലത്തെ ഭക്ഷണം, അതായത് പ്രാതൽ, നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഭക്ഷണം രാവിലെ കഴിക്കുക. പിന്നത്തെ ഭക്ഷണം നമ്മൾ സാധാരണ ഉച്ചക്ക് വേറെ നിറയെ കഴിക്കും. അതിന് ഏതെങ്കിലും ഒരു സമയം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് ആ സമയത്ത് തന്നെ എന്നും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇനി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുകയായാലും ആ സമയം നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഫുഡ് നമ്മൾ കഴിക്കാൻ പറ്റുന്നത്. പിന്നെ രാത്രിയിൽ നേരത്തെ പറഞ്ഞതുപോലെ 7 മണിൻ്റെയും 8 മണിൻ്റെയും ഇടയിൽ ഭക്ഷണം കഴിക്കണം. അങ്ങനെയാകുമ്പം അത് ആ ഒരു ചിട്ട ജീവിതത്തിൽ മുഴുവനും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതും കഴിക്കേണ്ടതായ ഭക്ഷണങ്ങൾ കഴിക്കണം. എല്ലാ ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അതും വയറ് നിറച്ചും കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കാം. അങ്ങനെയാണ് ഭക്ഷണ രീതി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മറ്റുള്ളവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും ചെയ്ത് കാണിച്ചു തന്നതും ഭക്ഷിച്ച് കാണിച്ചു തന്നതും. ഇത് രോഗം വരാതിരിക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ വെള്ളം, അതൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇടയ്ക്ക് വെള്ളം കുടിക്കുക. എല്ലാ രീതിയിലുള്ള
നമുക്ക് ശരീരത്തിന് കേടില്ലാത്ത വെള്ളങ്ങളൊക്കെ അങ്ങനെ കുടിക്കാം. രണ്ടാമത്തത് കുളിയാണ്. സാധാരണ എല്ലാവരും കുളിക്കൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് ഒഴിവുള്ളത് അപ്പാട് കുളിക്കാം. ചില ആളുകൾ ജോലി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ കുളിക്കും, ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കും, വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കും, രാത്രി ജോലി കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കും. സ്ത്രീകളാണെങ്കിൽ അവരുടെ ജോലി എപ്പോഴാണോ തീരുന്നത് അപ്പോൾ കുളിക്കും. ഇത് രോഗം വരാനുള്ളൊരു കാരണമാണ്. ഒന്നുകിൽ രാവിലെ നേരത്തെ വെയിൽ ചൂടാകുന്നതിന് മുമ്പ്, ഒരു 8 മണിന് മുമ്പ് 9 മണിന് മുമ്പൊക്കെ നമ്മൾ സ്ഥിരമായി കുളിക്കൽ ശീലമാക്കണം. പിന്നെ കുളിക്കുകയാണെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷം മഗ്‌രിബിന് തൊട്ട് മുമ്പ് കുളിക്കാൻ പാടില്ല. ഒരു 4 മണിക്ക് ഒരു 5-5:30 മണി ആകുമ്പോഴേക്കും നമ്മൾ കുളിക്കാം. അത് ശീലമാക്കണം. സുബഹിക്കോ സുബഹിൻ്റെ മുമ്പ് കുളിക്കലോ ആണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ കുളിൻ്റെ കാര്യത്തിൽ എല്ലാ ദിവസവും ഒരു ചിട്ട, ഒരേ ടൈം കുളി, അത് നമ്മൾ നിർബന്ധമാക്കണം. എയിലെ പോയാലും എവിടെ നിന്നാലും കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുളിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ, ഒരേ സമയത്ത് തന്നെ, വെയിൽ ചൂടാവാത്ത നട്ടുച്ച സമയത്ത് തീരെ കുളിക്കാൻ പാടില്ല. 10-ൻ്റെയും 4-ൻ്റെയും ഇടയിൽ തീരെ കുളിക്കാൻ പാടില്ല. അത് പല രോഗങ്ങളുണ്ടാക്കും. അത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. അവരുടെ അടുക്കള പണി മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ സമയം 3 മണി 2 മണിയൊക്കെ കുളിക്കാം. അത് ഭയങ്കര അപകടമാണ്. ഇനി രാവിലെ ഫ്രഷായിട്ട് തേച്ച് കുളി നടക്കുക. ഇനി ജോലിയും അലക്കലും മറ്റു അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ തല നനക്കാത്ത രൂപത്തിലുള്ള കുളി കുളിക്കുക. ആ കാര്യം ശ്രദ്ധിച്ചാൽ വളരെ ഉഷാറാണ്. രോഗങ്ങൾ കുറേ പ്രതിരോധിക്കാനും രോഗങ്ങൾ മാറിപ്പോവാനും അത് മതി. പിന്നെ മറ്റൊന്ന് ഉറക്കമാണ്. ഉറക്കം ഒരു മനുഷ്യന് ശരിക്കും എത്ര മണിക്കൂർ ഉറങ്ങണം? ശാസ്ത്രീയ വശം ഇന്ന് എല്ലാവരും പറയുന്ന 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നാണ്. 8 മണിക്കൂർ ഉറങ്ങാമെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആവട്ടെ, ഉറക്കം ഒരു 6 മണിക്കൂർ ശരിക്ക് ഉറക്ക് കിട്ടിയാൽ തന്നെ ഒരു മനുഷ്യന് പൂർണ്ണമായ ഉറക്ക് കിട്ടി. ആ ഉറക്ക് എപ്പോഴായിരിക്കണം? രാത്രിയിലായിരിക്കണം. പകൽ കുറേ ഉറങ്ങിയത് കൊണ്ട് ഒരു കാര്യമില്ല. തൽക്കാലം ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ പകലല്ല. വജഅൽനാ നൗമക്കും സുബാത്താന, നമുക്ക് ഉറക്കിനെ അല്ലാഹു തആല വിശ്രമമാക്കി തന്നിരിക്കുന്നു. അതിനെ ആ ഉറങ്ങാൻ വേണ്ടി സൂര്യനെ നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നു, പകലിനെ രാത്രിയാക്കി മാറ്റിത്തരുന്നു. അപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അതും 10 മണിക്ക്, അതിൻ്റെ അപ്പുറം പോകരുത്. 10 മണിക്ക് കിടക്കുന്നൊരു ശീലം എല്ലാ ദിവസവും ഉണ്ട്. അതിന് മുമ്പ് ഉറങ്ങിയാൽ കുഴപ്പമില്ല, 9 മണിക്ക്. 10 മണിന് ശേഷം അങ്ങോട്ട് പോകരുത്. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ എത്ര മണിക്കൂർ കിട്ടും? 4 മണിവരെ. 4 മണിവരെയാണ് ശരിക്കുള്ള ഉറക്കം നമ്മളത്. 4 മണിവരെ ഉറങ്ങി 4:30 കൂട്ടിക്കോ. 4:30 മണിവരെ സ്ഥിരമായി എന്നും 10 മണി മുതൽ 4:30 മണിവരെ പറഞ്ഞാൽ 6:30 മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടും. ഇനി 1/2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നാലും നമുക്ക് 4 മണിക്കൂർ. ഇനി 5 മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എണീച്ചാൽ ബാങ്ക് കൊടുക്കുമ്പോൾ എണീക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത്. ആ രീതിയിലുള്ളൊരു ഉറക്ക് എല്ലാ ദിവസവും നമ്മൾ ശീലിക്കുകയാണെങ്കിൽ, ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്കൊരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ ദിവസവും ഈ രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്കെന്തായി? നല്ല ആരോഗ്യം, പ്രതിരോധ ശക്തി, വൈറസുകളെയും മഹാമാരികളെയും തടുക്കാനുള്ള കഴിവ്, തടിക്ക് നല്ല ഉത്സാഹം, ഉന്മേഷം, സന്തോഷം, ഇതൊക്കെ കിട്ടും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്തുള്ളൂ? 3 കാര്യങ്ങൾ. ഭക്ഷണം കറക്റ്റായിരിക്കണം, വയറ് നിറച്ച് കഴിക്കരുത്. രണ്ടാമത്തത് കുളി കറക്റ്റായിരിക്കണം, ഒരേ സമയങ്ങളിലായിരിക്കണം ഈ പറഞ്ഞിരുന്നതൊക്കെ. അതുപോലെ ഉറക്കം, ഭക്ഷണം, കുളി, ഉറക്കം, ഈ 3 കാര്യങ്ങൾ കറക്റ്റായാൽ രോഗം നമുക്ക് വരില്ല. ഇനി വന്നതാണെങ്കിൽ, ഇത് ശീലിക്കുകയാണെങ്കിൽ വന്നത് ക്രമേണ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.